ശരിക്കും ആരാണ് ഭാഗ്യവാൻ? നമ്മളെന്നും നിത്യം കേൾക്കുന്ന ഒരു വാക്കാണ് അവൻ അല്ലെങ്കിൽ അവൾ. അവൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ അവൾ ഭാഗ്യവതിയാണ്. അതായത് മറ്റൊരാളിന്റെ ജീവിതം കണ്ടിട്ട് അതുപോലത്തെ ഒരു ജീവിതം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഉള്ള വിഷമത്താൽ നമ്മൾ പറയുന്നത് സൗഭാഗ്യങ്ങൾ കിട്ടിയവരെല്ലാവരെയും അവൻ ഭാഗ്യവാനും അവളെ ഭാഗ്യവതി എന്നും പറയും. നമ്മളുടെ സൗഹൃദങ്ങളിൽ തന്നെ, നമ്മളെ ബന്ധങ്ങളിൽ തന്നെ, നമ്മളെ നാട്ടുകാരിൽ തന്നെ പലരും പലതരത്തിൽ നിസ്സാരമായ കാര്യങ്ങളിൽ വളരെ വിഷമത്തോടുകൂടി കാര്യങ്ങൾ പറയാം. എന്റെ ജീവിതം എങ്ങനെയായിപ്പോയി. പക്ഷെ കേട്ടാൽ നമുക്ക് തോന്നും അത് വളരെ നിസ്സാരമായ പ്രശ്നങ്ങളെ അവരെ സംബന്ധിച്ചിട്ടുള്ളൂ. ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾ, പരിഭവങ്ങൾ, ഇതെല്ലാം അവർക്കൊക്കെ അത് വലിയ പ്രശ്നങ്ങളാണ്. ഇത് എന്തുകൊണ്ടാണ് അതെല്ലാം വലിയ പ്രശ്നങ്ങളായി തീരുന്നത്? അവർ ചുറ്റുമുള്ള ജീവിതത്തെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളെ, നമ്മളെക്കാൾ താഴെ തട്ടിലേക്ക് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ അവർ കാണാത്തതുകൊണ്ടാണ്. ഇത്തരം പരാതികൾ, പരിഭവങ്ങൾ പറയുന്നവരോട് ഞാൻ പറയുന്ന ഒരു വാക്കാണ്, ഇന്നത്തെ രാവിലെ എഴുന്നേക്കാൻ പറ്റിയതിനപ്പുറം എന്ത് സമ്പാദ്യം, എന്ത് ഭാഗ്യമാണ് നിനക്ക് വേണ്ടത്? ആ നീയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇന്നത്തെ രാവിലെ ഉണരുകയും നമ്മളെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ, നമ്മളെ മക്കൾ, സഹോദരങ്ങൾ ഇവരോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞവനേക്കാൾ ഭാഗ്യവാൻ ആരാണുള്ളത്? ഇന്നലെ നമ്മളോടൊപ്പം, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നേരത്ത് നമ്മളോടൊപ്പം ഉണർന്ന പലരും ഇന്ന് നമ്മളെ കൂടെ ഇല്ല. ചില ആളുകൾ ഇന്ന് തണുത്തറച്ച് മോർച്ചറികളിലാണ്, ചിലര് ICUലാണ്. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. നമ്മൾ RCCയിലൊക്കെ ഒന്ന് പോയി നോക്കണം, ട്രിവാൻഡ്രത്ത്. എന്തെല്ലാം പ്രശ്നങ്ങളായിട്ടാണ് ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഏതെല്ലാം തരത്തിൽ, ഏതെല്ലാം അവസ്ഥകളിലുള്ള ആളുകളാണ് അതിലേക്കൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കാണാതെ നമ്മൾ നിസ്സാരമായ കാര്യങ്ങളിൽ ഇതേപോലെ വിഷമിച്ച് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ദുരിത ജീവിതം നയിക്കുന്നുണ്ട്. ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ സമ്പന്നൻ, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഓരോ ദിവസവും കൂടി ജീവിതത്തിൽ ഒരു ദിവസം കൂടി നമുക്ക് കിട്ടുന്നതിനപ്പുറം വലിയ സമ്പാദ്യമൊന്നുമില്ലെന്ന് എനിക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതയാത്രയിൽ ഓരോരുത്തരോടും പറയാനുള്ളൂ.